അവർ അവിടെ എത്തിയപ്പോൾ അലിസ അവരെ കണ്ടുമുട്ടി. എലിസബത്തിനെ അലീസയുടെ കൂടെ ഉപേക്ഷിച്ച് എമ്മ വീട്ടിലേക്ക് മടങ്ങി. കാട്ടിൽ തനിക്ക് ഒരു സർപ്രൈസ് ഉണ്ടെന്ന് അലിസ എലിസബത്തിനോട് പറയുകയും അവളെ അവിടെ കൊണ്ടുപോകുകയും ചെയ്യുന്നു. എലിസബത്ത് അലിസയെ അവളെ സ്വന്തം സഹോദരിയായാണ് കണ്ടിരുന്നത് അവളെ വിശ്വസിക്കുകയും ചെയ്തു. 2 ആഴം കുറഞ്ഞ ശവക്കുഴികളുടെ അടുത്തേക്ക് എലിസബത്ത് എത്തുമ്പോൾ അവൾ കോൺഫ്യൂസ്ഡ് ആയി. അപ്പോഴാണ് അലിസ എലിസബത്തിനെ കഴുത്തുഞെരിക്കുകയും കത്തിക്കൊണ്ട് 7 തവണ കുത്തുകയും ഒരു ശവക്കുഴിയിലേക്ക് തള്ളിയിടുകയും ചെയ്തു. എലിസബത്തിനെ കുഴിച്ചിട്ടതിനു ശേഷം വീട്ടിലേക്ക് മടങ്ങിയ അലിസ തന്റെ ജേണലിൽ കൊലപാതകത്തെക്കുറിച്ച് എഴുതുകയും അത് തനിക്ക് എത്രമാത്രം സന്തോഷം നൽകി എന്ന് എഴുതുന്നു. അതിനുശേഷം ഒരു ചർച്ച് ഡാൻസിന് തന്റെ മുത്തശ്ശിയുടെ കൂടെ പോവുകയും ചെയ്യുന്നു. പോലീസിനോട് കുറ്റസമ്മതം നടത്തിയ ശേഷം അവൾ അവരെ എലിസബത്തിനെ അടക്കം ചെയ്ത സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നു. എന്തുകൊണ്ടാണ് അവൾ എലിസബത്തിനെ തിരഞ്ഞെടുത്തതെന്നും കൊലപാതകത്തിന് ഒരു പ്രത്യേക കാരണമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എലിസബത്ത് ഒരു എളുപ്പ ടാർഗറ്റ് ആയിരുന്നുവെന്നും ഒരാളെ കൊല്ലുമ്പോഴുള്ള ആ ഒരു മൊമെന്റ് എന്താണെന്ന് അറിയാൻ വേണ്ടിയായിരുന്നു എന്ന് പറയുന്നു. കുതിരവണ്ടിയിൽ കൊണ്ടുപോയ ഒരു പിങ്ക് ശവപ്പെട്ടിയിലാണ് എലിസബത്തിനെ അടക്കം ചെയ്തത്. എലിസബത്ത് ജീവിച്ചിരുന്നപ്പോൾ അവൾ ഒരു രാജകുമാരിയായിരുന്നുവെന്നും ഒരു രാജകുമാരിയുടെ ശവകുടീരം അർഹിക്കുന്നുവെന്നും അവളുടെ മാതാപിതാക്കൾ പറഞ്ഞു.